മരമുറി കേസിൽ പിടിച്ചെടുത്ത ഈട്ടിത്തടികൾ ലേലം ചെയ്യാൻ വനംവകുപ്പിന് വിചാരണ കോടതിയുടെ അനുമതി. തടികൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ ജില്ലാ കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലേലം ചെയ്യാൻ അനുമതി തേടി വനംവകുപ്പ് വിചാരണ കോടതിയെ സമീപിച്ചത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു ഉത്തരവിന്റെ മറപിടിച്ച് മുട്ടിൽ സൗത്ത് വില്ലേജിൽ നിന്ന് സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കപ്പെട്ട 112 ഈട്ടിമരങ്ങൾ മുറിച്ചു കടത്തി എന്നുള്ളതാണ് മുട്ടിൽ മരമുറി കേസ്. അഗസ്റ്റിൻ സഹോദരന്മാരാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. ഈ കേസ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വനം വകുപ്പ് ഈ തടികൾ കണ്ടുകെട്ടിയിരുന്നു. 112 മരങ്ങളുടെ 800ഓളം തടികളാണ് സുൽത്താൻ ബത്തേരി കുപ്പാടി തടി ഡിപ്പോയിൽ വനം വകുപ്പ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ തടികൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ കൽപ്പറ്റ ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇവരുടെ അപ്പീൽ ജില്ലാ കോടതി തള്ളി. ഈ തടികൾ തങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ജില്ലാ കോടതിയുടെ വിധി. അതായത് തടികൾ സർക്കാരിൻ്റെതാണ് എന്ന ഒരു വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായത്. ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തടികൾ, കുപ്പാടി ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുന്ന തടികൾ ലേലം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുട്ടിൽ കേസിന്റെ വിചാരണ കോടതിയായ സുൽത്താൻ ബത്തേരി കോടതിയെ വനം വകുപ്പ് സമീപിച്ചത്. കോടതി മരങ്ങളുടെ വിശദാംശങ്ങളും മഹസർ ഉൾപ്പെടെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാ റിപ്പോർട്ടും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ലേലം ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ടാണ് സുൽത്താൻ ബത്തേരി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇനി ലേല നടപടികളുമായി വനം വകുപ്പിന് മുന്നോട്ട് പോകാം. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന കേസിൽ, ഇത് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട പ്രധാന കേസിൽ ഇപ്പോഴും വിചാരണ നടപടികൾ തുടങ്ങിയിട്ടില്ല. സുൽത്താൻ ബത്തേരി കോടതിയിലാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിട്ടുള്ളത്. ഈ കേസിൽ ഒരു പ്രത്യേക പ്രോസിക്യൂട്ടറെ വേണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം സർക്കാരിനെ സമീപിച്ചിരുന്നു. പ്രോസിക്യൂട്ടറെ നിയോഗിച്ചാൽ മാത്രമേ വിചാരണ നടപടികൾ തുടങ്ങാനാവുകയുള്ളൂ.